ഏവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ. നമുക്കിന്ന് ഓണസദ്യയെ കാര്യമായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ? ഓണസദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിളമ്പേണ്ട രീതിയെക്കുറിച്ചും എല്ലാം എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും എനിക്കറിയാവുന്നത് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. മധുരവും കയ്പും ഉപ്പും പുളിയും എരിവും ചവർപ്പും എല്ലാം നിറഞ്ഞ ഓണസദ്യയിൽ ഏറെ ഔഷധ ഗുണങ്ങളുമുണ്ട്. പതിവ് രീതികളിൽ നിന്ന് മാറി വാഴയിലയിലാണ് നാം ഓണസദ്യ കഴിക്കാറ്. വാഴയിലയുടെ നാക്ക് ഇടതുവശത്തേക്ക് വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. വാഴയിലയുടെ തുമ്പത്ത് പഴം വെച്ച് നമുക്ക് തുടങ്ങാം. ശേഷം പപ്പടവും ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉപ്പും നമുക്ക് വിളമ്പാം. തൊട്ടുനക്കാനുള്ള അച്ചാറുകൾ നമുക്കിനി ഇട്ട് കൊടുക്കാം. സദ്യയിൽ ആദ്യം വിളമ്പുമെങ്കിലും അവസാനം കഴിക്കേണ്ട കറിയാണ് ഇഞ്ചിപ്പുളി. ദഹനത്തെ സഹായിക്കുക എന്നതാണ് അതിൻ്റെ ദൗത്യം. അടുത്തത് തോരനാണ് വിളമ്പേണ്ടത്. പണ്ട് കാലങ്ങളിൽ ക്യാബേജിന് പകരം ഇടിച്ചക്കയാണ് തോരനായി എടുത്തിരുന്നത്. അടുത്തത് ഓലനാണ്. കാളൻ്റെ പുളിരസത്തെ തുല്യമാക്കാൻ ഇവ സഹായിക്കുന്നു. ചിലയിടങ്ങളിൽ ഓലിന് പകരം ഇഷ്ടമാണ് വിളമ്പാറുള്ളത്. ഇനി സദ്യയിലെ പ്രധാനിയും പച്ചക്കറികളാൽ സമ്പുഷ്ടമായ അവിയൽ വിളമ്പാം. ഈ ഒരൊറ്റ കറിയിൽ പച്ചക്കറിയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇനി നാവിൻ്റെ രുചിമുകുളങ്ങളെ ഉണർത്തുവാൻ പച്ചടി ചേർക്കാം. തൈരും പച്ചക്കറിയും ചേർന്ന കിച്ചടി ഇനി വിളമ്പാം. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ഇനി ആദ്യം നെയ്യും പരിപ്പ് കറിയും ഒഴിച്ച് ചോറുണ്ണാം. സദ്യയിലെ രണ്ടാമനും വിശപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പാറിനെ ഒഴിച്ച് കഴിക്കാം. അവസാനം പുളിശ്ശേരി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ സദ്യ കേമായി. ഇനി പായസങ്ങൾ വിളമ്പാം. ഇനി നമുക്ക് പായസങ്ങൾ വിളമ്പാം. ശേഷം അച്ചാറും ഇഞ്ചിപ്പുളിയും ഒക്കെ തൊട്ട് നോക്കി സദ്യ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.